വെച്ച് കണ്ണുകൾ അടച്ച് നമുക്ക് ഏറ്റു പറയാം. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളിൽ വന്ന് നിറഞ്ഞ് ക്രിസ്തു രഹസ്യം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണം. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളിൽ വന്ന് നിറഞ്ഞ് ദൈവസ്നേഹം കൊണ്ട് അങ്ങ് ഞങ്ങളുടെ ഹൃദയത്തെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ദൈവവചനം കേൾക്കുവാൻ അങ്ങ് ഞങ്ങളുടെ ഹൃദയത്തെ ഒരുക്കണമേ. കരങ്ങളുയർത്തി നമുക്ക് സ്വതന്ത്രമായി സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശിവേ നന്ദി, ആരാധന, 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 മഹത്വം, 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 മഹത്വം. ഈശോയ്ക്ക് മാത്രം മഹത്വം, ഈശോയ്ക്ക് മാത്രം മഹത്വം. ഹല്ലേലൂയ. അപ്പൊ ഇന്ന് നമ്മളെ വിഷയം ഈശോയുടെ തിരുരക്തത്തിന്റെ ശക്തി. ഹല്ലേലൂയ. ഈശോയുടെ ജൂലൈ 1 ഈശോയുടെ തിരുരക്തത്തിന്റെ തിരുനാളാണ്. ഹല്ലേലൂയ. ആഗോള സഭ ജൂലൈ 1 ഈശോയുടെ തിരുരക്തത്തിന്റെ തിരുനാളായിട്ടാണ്, ആ ജൂലൈ മാസം തിരുരക്തത്തിന്റെ വണക്കമാസമായിട്ടാണ് സഭ കാണുന്നത്. ഹല്ലേലൂയ. എന്താണ് തിരുരക്തം? ഒന്നാമതായി യേശുവിന്റെ രക്തം സുഖപ്പെടുത്തുന്ന രക്തമാണ്. എല്ലാവരും നേറ്റി പറഞ്ഞ ഈശോയുടെ രക്തം സുഖപ്പെടുത്തുന്ന രക്തമാണ്. എല്ലാ രോഗങ്ങൾക്കും സൗഖ്യത്തിന്റെ രക്തമാണ്. രോഗത്തിന് മാത്രമല്ല, മനസ്സിന്, ശരീരത്തിന് എല്ലാം എന്ത് ചെയ്യുന്നു? സൗഖ്യം നൽകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയുടെ തിരുരക്തം പിശാചിനെ ഇല്ലായ്മ ചെയ്യുന്ന രക്തമാണ്. ഈശോയുടെ തിരുരക്തത്തെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ഒരു കാരണവശാലും സാത്താൻ എൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ സാധിക്കത്തില്ല. എല്ലാവരും ചോദിച്ച്, ഈശോയുടെ തിരുരക്തം സാത്താനെ നിർമാർജനം ചെയ്യുന്ന രക്തമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയുടെ തിരുരക്തത്തിന്റെ മൂന്നാമത്തെ പ്രത്യേകത, ഈശോയുടെ തിരുരക്തം പാപരോഗ ശാപദോഷങ്ങളെ ഇല്ലാതാക്കുന്നതാണ്. എന്ന് പറഞ്ഞ് പാപ രോഗ ശാപദോഷങ്ങൾ, പൂർവികമായി ചെയ്ത പാവങ്ങൾ എന്നെ വേട്ടയാടുന്നെന്ന് പറയേണ്ട കാര്യമില്ല. അവന്റെ രക്തം മൂലം പൂർവിക പാവങ്ങളെല്ലാം നമ്മളിൽ നിന്ന് മാറ്റപ്പെട്ടു. ഹല്ലേലൂയ. പൂർവികര് ചെയ്ത പാവങ്ങൾ അവന്റെ കാൽവരിയിൽ മലയിലെ രക്തം മൂലം, ഇവയെല്ലാം പറയുക പൂർവികരുടെ പാവമാണ് അല്ല, ആ പാപത്തിന് അവൻ പരിഹാര ബലിയായി തീർന്നു. ഹല്ലേലൂയ. അപ്പൊ ഈശോയുടെ തിരുരക്തത്തെ കുറിച്ച് പറയാണ്. മൂന്നാമത് എന്താ പറയുന്നത്? ഈശോയുടെ തിരുരക്തം പാപരോഗ ശാപ ബന്ധനങ്ങളെ ഇല്ലായ്മ ചെയ്യുന്ന രക്തമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നാലാമതായിട്ട് ഈശോയുടെ രക്തം അത്ഭുതത്തിന്റെ രക്തമാണ്. അവന്റെ തിരുരക്തം ഒറ്റക്കണ്ണനായ ലുങ്കിനോസിന്റെ കണ്ണിൽ വീണപ്പോഴേ ആ കാഴ്ചയില്ലാത്ത ആ കണ്ണ് കാഴ്ച പ്രാപിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അഞ്ചാമതായി ഈശോയുടെ തിരുരക്തം വിമോചനത്തിന്റെ രക്തമാണ്. എന്താണ് വിമോചനം? എല്ലാ കെട്ടുകളിൽ നിന്നും എല്ലാ ബന്ധനങ്ങളിൽ നിന്നുമുള്ള മോചനത്തിന്റെ രക്തമാണ്. ഹല്ലേലൂയ. അപ്പൊ ഈ തിരുരക്തത്തെ ആണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ ഈശോയുടെ തിരുരക്തത്തിനെ കുറിച്ച് ധ്യാനിക്കുമ്പോൾ ഈശോയുടെ തിരുരക്തത്തിനെതിരെ ഇന്ന് പാവം ചെയ്തുകൊണ്ടിരിക്കുക. ഈശോയുടെ തിരുരക്തം എന്ന് പറഞ്ഞാൽ ഈശോ നമുക്ക് വേണ്ടി തിരുരക്തം ഒഴുക്കിയത് എന്താണ്? അവന്റെ ദൈവത്തിന്റെ അനന്തമായ കരുണയാണ് നമുക്ക് വേണ്ടി അവൻ രക്തം. അനന്തമായ കരുണയാണ്. ദൈവത്തിന്റെ കരുണയുടെ മുഖം നോക്കണമെങ്കിൽ അത് എവിടെ കാണുന്നു? ഈശോയുടെ കുരിശിലാണ് കാണുന്നത്. കുരിശിൽ മാത്രമേ ദൈവം എന്താണ് ചോദിച്ചാൽ കരുണ മൊത്തം അവിടെയാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ലൂക്ക 6:36 പറഞ്ഞാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് കരുണയുള്ളവനായിരിക്കുന്ന പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കണം. ഹല്ലേലൂയ. ഈശോയുടെ തിരുരക്തത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി തിരുരക്തം കൊണ്ട് തന്നെ കഴുകണമേ നാഥ എന്ന് പറയുമ്പോൾ ആ വ്യക്തിയുടെ ഒന്നാമത്തെ സ്വഭാവം, ഈ തിരുരക്തം എന്നിൽ വീണിട്ടുണ്ടെങ്കിൽ ഈശോയുടെ രക്തമായി മാറുകയാണ്. ഈശോയുടെ രക്തമായി ഈശോയുടെ സ്വഭാവത്തിന്റെ ഉടമയായി മാറുകയാണ്. ഹല്ലേലൂയ. ഈശോയുടെ സ്വഭാവത്തിന്റെ എന്ന് പറഞ്ഞാൽ എന്താ? ഈശോയുടെ സ്വഭാവം ആത്മാവിന്റെ രക്ഷയാണ്. ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് ഇന്ന് സഭയുടെ ദൗത്യം എന്ന് പറഞ്ഞാൽ ആത്മാവ് രക്ഷിക്കപ്പെടുന്നു.
ആത്മാവിന്റെ രക്ഷയ്ക്ക് തടസ്സമായി നിൽക്കുന്ന ഈ ലോകത്തിന്റെ ഇമ്പങ്ങളുടെ പുറകെ നടക്കുന്നതല്ല എന്റെയും സമർപ്പിതരുടെയൊക്കെ ജോലി. ഈ ലോകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി നിനക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഹല്ലേലൂയ. കുറെ ടൂർ നടത്തുകയും കുറെ ആഡംബരം നടത്തുകയും അടിപൊളി സംസ്കാരത്തിലാണ് ഇന്ന്. വൈദികരുൾപ്പെടെ ഇന്ന് അടിപൊളി സംസ്കാരത്തിൽ പോവുകയാണ്. ഇതൊരു വലിയൊരു അപകട മേഖലയാണ്. അവരെയൊക്കെ ദൈവിക വചനം കൊടുത്ത് അവരെ ഈ വെക്കേഷൻ സമയത്ത് ദൈവിക വചനം കൊടുത്ത് അവരെ പ്രബുദ്ധരാക്കേണ്ടവര് ലോകത്തിന്റെ ഇമ്പങ്ങളുടെ പുറകെ പോകുമ്പോൾ എന്തൊരു അപകടമാണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ദൈവവചനത്തിൽ കൂടി രക്ഷപ്പെടേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇനി അല്പസമയമേ ഉള്ളൂ, ഇനി കുറച്ച് നാളുകളേ ഉള്ളൂ എന്ന ബോധ്യം ഓരോ മനുഷ്യ മക്കളിലേക്ക് പകർന്നു കൊടുക്കണം. കാരണം ഈ കാലം വളരെ ദുഷിച്ച കാലമാണ്. അതുകൊണ്ട് ഉണർവോടുകൂടി ഇരിക്കേണ്ട ഒരു കാലമാണ്. എങ്ങനെ ഉണർവോടുകൂടി ഇരിക്കണമെന്ന് വളരെ വ്യക്തമായിട്ട് തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം, ബൈബിളുള്ളവരൊക്കെ ബൈബിൾ എടുത്തിട്ട്, മക്കളെ ബൈബിൾ എടുത്തിട്ട് നല്ല വ്യക്തമായി വായിക്കണം, സ്ഫുടതയോടുകൂടി വായിക്കണം. 1 തെസ്സലോനിക്ക 5-ാം അധ്യായം അതിൻ്റെ 1 തൊട്ട് 12 വരെയുള്ള തിരുവചനത്തിൽ നിങ്ങൾ എങ്ങനെയുള്ളവരായിരിക്കണമെന്ന് തെസ്സലോനിക്ക സഭയ്ക്ക് എഴുതുന്നത് നമ്മളോട് പറയുകയാണ്. നമ്മളോട് ഈ കാലഘട്ടത്തിൽ ഈശോയുടെ തിരുരക്തത്തെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ തിരുരക്തം എന്തിനു വേണ്ടി ഒഴുക്കി? അനേക പാവികളുടെ ഇവിടെ മോചനത്തിന് വേണ്ടി, അനേക ആത്മാക്കൾ നിത്യനരകത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി ഈ തിരുരക്തത്തിനെതിരെ പാപം ചെയ്യാമെന്ന് പറഞ്ഞാൽ ഈ ലോക സുഖസൗകര്യങ്ങളുടെ പിറകെ നിങ്ങൾ ഓടുമ്പോൾ ഞാൻ അറിയാതെ തിരുരക്തത്തിനെതിരെ പാപം ചെയ്യുകയാണ്. അതുകൊണ്ടാണ് ഈ ലോകാവസാനം എപ്പോഴാണെന്ന് ചോദിച്ചപ്പോൾ 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. എടുക്കണ്ട നിങ്ങൾ ലൂക്ക, അതല്ല ഞാൻ ഇപ്പോഴെടുക്കേണ്ട, ഇപ്പോഴേ പറഞ്ഞിരിക്കുന്ന വചനം എടുത്ത് ഇപ്പൊ പറഞ്ഞ തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ ലേഖനം എടുത്ത് 1 തെസ്സലോനിക്ക പുതിയ നിയമം, 1 തെസ്സലോനിക്ക 5-ാം അധ്യായം, 1 തെസ്സലോനിക്ക 5-ാം അധ്യായം. അതിനു മുമ്പ് ഈ ലോകത്തിന്റെ അവസാനം എപ്പോഴാണെന്ന് ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞ 3 കാര്യം ലൂക്ക 21:34. അതെങ്ങനെയാ പറയുന്നത്? 1 സുഖലോലുപത എന്ന് പറഞ്ഞ് എന്താണ്? ഇന്ന് ആധുനിക മനുഷ്യൻ എന്താണ്? സുഖമാണ് വേണ്ടത്. അവൻ എന്താണ്? സുഖത്തിന് വേണ്ടി എത്ര രൂപ വേണമെങ്കിലും, എത്ര കോടി രൂപ വേണമെങ്കിലും മുടങ്ങും. ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സുഖലോലുപതയ്ക്ക് വേണ്ടി എത്ര രൂപ വേണമെങ്കിലും ചെലവാക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ സുഖലോലുപത, മദ്യാസക്തി, ജീവിത വികൃത, ഇത് 3 കൂടെ ഒത്തിണങ്ങിയിരിക്കുന്ന ഒരു സമയമാണ് ഈ കാലഘട്ടം. അതുകൊണ്ടാണ് തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 1 തൊട്ടുള്ള തിരുവചനം ഒന്ന് ഉറക്കെ വായിച്ചേ മോളെ, ഒന്ന് ഉറക്കെ വായിച്ചേ. ഉറക്കെ വായിച്ചു, ഉറക്കെ വായിരു മോളെ, വായിച്ചു, ഉറക്കെ വായിര്. 5-ാം അധ്യായം 1 തെസ്സലോനിക്ക 5-ാം അധ്യായം അതിന്റെ 1 തൊട്ടുള്ള തിരുവചനം ഒന്ന് ഉറക്കെ വായിച്ചു. സഹോദരരെ, സമയങ്ങളെയും കാലങ്ങളെയും പറ്റി വായിച്ചു. കാലങ്ങളെയും സംബന്ധിച്ച് നിങ്ങൾക്ക് ഞാൻ എഴുതേണ്ടതില്ല. എഴുതേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾക്കറിയാം, ദൈവവചനത്തിൽ കൂടി ജീവിക്കുന്ന ഒരു ആത്മീയ മനുഷ്യൻ അറിയാം ഈ കാലഘട്ടം എങ്ങനെയാ പോകുന്നതെന്ന് ആത്മീയ മനുഷ്യന്. അപ്പൊ സമയങ്ങളെയും കാലങ്ങളെയും കുറിച്ച് അറിയേണ്ടതില്ല. എന്നിട്ട് പറയാണ്, എന്താ വചനം പറയുന്നത്? രാത്രിയിൽ കള്ളൻ എന്നതുപോലെ കർത്താവിന്റെ ദിനം വരുമെന്ന് നന്നായി അറിയാം. തെസ്സലോനിക്ക സഭയ്ക്ക് എഴുതുമ്പോൾ പൗലോസ്ലീഹ പറയാണ് പക്ഷെ ഇന്ന് ആധുനിക സഭയ്ക്ക്, ഇന്ന് ആധുനിക മക്കൾക്ക് കർത്താവ് വരുമോ എന്ന് അറിയത്തില്ല. ഹല്ലേലൂയ. ഇന്ന് ഇതിനൊന്നും അല്ല പ്രബുദ്ധത കൊടുക്കുന്നത്. ഈ കാലഘട്ടത്തിൽ ഇതിനൊന്നുമല്ല പ്രബോധനം കൊടുക്കുന്നത്. ഈ വെക്കേഷൻ സമയത്ത് മക്കളെ ദൈവിക വചനത്തിലേക്ക് അടുപ്പിക്കാനുള്ള കാര്യങ്ങളല്ല. ഇവരെ കൊണ്ട് എവിടൊക്കെ ടൂറിന് കൊണ്ടുപോകാം, ഇവിടെ എന്തിനൊക്കെ കൊണ്ടുപോകാം, ഇങ്ങനെ കൊണ്ടുപോയി ഈ മക്കളുടെ ജീവിതം പോലും ഇല്ലാതാക്കുന്ന രീതിയിലുള്ള അവസ്ഥകളാണ് ഇന്ന് കാണുന്നത്. ഹല്ലേലൂയ. ഈ വെക്കേഷൻ സമയത്ത് ദൈവവചനത്തെ കുറിച്ച് ചിന്തിക്കാനോ ദൈവിക കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാനോ സമയമില്ല. ലോകത്തിന്റെ അപ്പൊ ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇത് വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. രാത്രി കള്ളൻ എന്നതുപോലെ ഏത് സമയത്തും ഇത് സംഭവിക്കാം.
ഈ ലോകം എന്താണ്, എപ്പോഴാണ് ഈ ലോകത്തിന്റെ അവസാനം എന്ന് നമുക്കറിയത്തില്ല. പക്ഷെ ദൈവത്തിനറിയാം. അതിൻ്റെയൊക്കെ ലക്ഷണങ്ങളാണ് ഇന്ന് കണ്ടു തുടങ്ങുന്നത്. ഈ കാലത്തിന്റെ അടയാളങ്ങൾ, നിങ്ങൾ പടിഞ്ഞാറ് മേഘം ഉയരുമ്പോൾ മഴ പെയ്യുമെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ ഈ കാലത്തിന്റെ അടയാളങ്ങൾ തിരിച്ചറിയണം, അല്ലേ? കാലത്തിനടയാളങ്ങൾ കണ്ണു തുറന്നു കണ്ടിടുവിൻ, കാലം തന്നെ അന്ത്യത്തിൽ കർത്താവിൻ വരമാഗതമായി. ലാസ്ലേറ്റും ഫാത്തിമയും മെജിഗൊറിയായും ചൊല്ലുന്നു, പാവ വഴികൾ ഉപേക്ഷിക്കൂ, പാവിക്കായി പ്രാർത്ഥിക്കൂ. ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഈ സമയങ്ങളെക്കുറിച്ചും കാലങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് വ്യക്തമായി അറിയണം. ഈ കാലഘട്ടത്തിൽ ഈ സഭ അറിയണം, സഭാമക്കൾ അറിയണം. ഈ കാലഘട്ടത്തിൽ ദൈവിക ബോധ്യങ്ങളോടുകൂടി ദൈവിക വചനത്തിന്റെ ആഴങ്ങൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിനൊന്നും സമയം കൊടുക്കാതെ ലോകത്തിന്റെ ഇമ്പങ്ങളുടെ പുറകെ പോയ ദൈവം നിന്നോട് കണക്ക് ചോദിക്കും. ഞാനൊരു വചന പ്രഘോഷകനാണ്. ഞാൻ ലോകത്തിന്റെ ഇമ്പങ്ങളോട് ചോദിച്ചാൽ അതിനനുസരിച്ച് കണക്ക് ചോദിക്കും. പുരോഹിതനോട് പുരോഹിതൻ്റെതനുസരിച്ച് കണക്ക് ചോദിക്കും. ഇതിനൊക്കെ മറുപടി കൊടുക്കേണ്ടി വരും. ഹല്ലേലൂയ. അപ്പൊ ശ്രദ്ധിച്ചേ, അപ്പോൾ ഇവിടെ രാത്രിയിൽ കള്ളൻ എന്നതുപോലെ വരും. എന്നിട്ട് എന്താ പറയുന്നത്? സമാധാനവും ഭദ്രതയും എന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കും. ഓ, സമാധാനം. ഇറാൻ ഇറാഖ് യുദ്ധമൊക്കെ ഇപ്പൊ ഒന്ന് ചെറുതായിട്ടൊന്ന് കുറഞ്ഞിരിക്കുക, കുഴപ്പമൊന്നും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്താണ്, ഗർഭിണിക്ക് എപ്പോഴാ പ്രസവവേദന ഉണ്ടാകുന്നതെന്ന് അറിയാത്തതുപോലെ പെട്ടെന്ന് നാശം അവരുടെ മേൽ വീഴും. ആരുടെ മേൽ? ഈ ദൈവിക വചനത്തിൽ നിന്ന് അകന്നു നിൽക്കുന്നവരുടെ മേൽ, ദൈവ വചനത്തിൽ നിന്ന് അകന്നു നിൽക്കുന്നവരുടെ മേൽ ഈ നാശം വരുമെന്ന്. ഹല്ലേലൂയ. ഇത് മനസ്സിലാക്കണം. ഈ ലോകത്തിൽ നമ്മൾ അറിയാത്ത നിമിഷത്തിലായിരിക്കും ഇത് കടന്ന് വരുന്നത്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, അത് ഏത് നിമിഷമാണ് ഇത് സംഭവിക്കുന്നതെന്ന് നമുക്ക് അറിയത്തില്ല. പക്ഷെ നമ്മൾ ദൈവസന്നദ്ധിയിൽ ഈ ജാഗ്രതയുള്ളവരായിരിക്കണം. തുറന്ന വചനം പറയുകയാണ്, വായിച്ചേ. ആര് രക്ഷപ്പെടത്തില്ല? ഈ ദൈവിക വചനത്തിൽ നിന്ന് അകന്നു നിൽക്കുന്ന വ്യക്തി രക്ഷപ്പെടുകയില്ല. നോഹയുടെ കാലഘട്ടത്തിൽ നോഹ പറഞ്ഞു മഴ പെയ്യാൻ പോകുന്നു. അന്ന് മഴയെന്ന് പറയുന്നത് അറിയത്തില്ല. മഴയെന്ന് പറയുന്ന കാര്യം ആ കാലഘട്ടത്തിൽ മഴയെ കണ്ടിട്ട് പോലും. അപ്പോഴാണ് ഒരു വല്യപ്പൻ പറയുന്നത് മഴ പെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞ് ഇത് വലിയൊരു മലയുടെ മുകളിൽ വീഴുന്ന പെട്ടകം പണി. ഇയാൾക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞു. പക്ഷേ പെട്ടകമെല്ലാം പണിത് നോഹയുടെ ഭാര്യയും 3 മക്കളും 3 മരുമക്കളും കയറി. അവർ 8 പേര് കയറി. ബാക്കി ഉപ്പാപ്പനും അപ്പാപ്പനും ആർക്കും കയറണ്ട. ഇവര് പറഞ്ഞ് നിനക്ക് വട്ടാടാന്ന് പറഞ്ഞു. എല്ലാത്തരം ജോഡി മൃഗങ്ങളെയും കയറ്റി. അവസാനം പെട്ടകത്തിന്റെ വാതിലടച്ച് നോഹയുടെ കയ്യിലല്ല താക്കോൽ എടുത്തത്, ദൈവം താക്കോലിങ്ങി മേടിച്ചു. എന്താ ദൈവം താക്കോല് മേടിച്ചത്? വെള്ളമെല്ലാം പൊങ്ങിക്കഴിയുമ്പോഴേ നോഹയുടെ ഉപ്പാപ്പൻ വന്ന് പറയൂ, എടാ നോഹേ, എടാ നിന്റെ ഉപ്പാപ്പനാടാ മേടിക്കുന്നത്, ഒന്ന് തുറക്കാൻ പറയും. ഇവനങ്ങ് തുറന്ന് കൊടുക്കും. ദൈവം മേടിച്ചെന്താ? ദൈവവചനം കേൾക്കാനും ദൈവസ്വരം കേൾക്കാനും തയ്യാറില്ലാത്തവൻ ഈ ശിക്ഷയെ അനുഭവിച്ചേ പറ്റുള്ളൂ. ഹല്ലേലൂയ. അപ്പൊ ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടെ വചനം എന്താ പറയുന്നത്? ശ്രദ്ധിച്ചേ, വായിച്ചേ, ഉറക്കെ വായിച്ചേ. നല്ലപോലെ മോള് വായിക്കുന്നുണ്ട്, വായിച്ചേ. എന്നാൽ സഹോദരരെ, ആ ദിവസം കള്ളൻ എന്ന പോലെ നിങ്ങളെ അപ്രത്യക്ഷമായി പിടികൂടാൻ ഇടയാക്കാത്ത വിധം അന്ധകാരത്തിലല്ല കഴിയുന്നത്. അന്ധകാരത്തിലല്ല നിങ്ങൾ കഴിയുന്നത്. നിങ്ങളെ ഇത് പിടികൂടരുത്. ഈ അന്ധകാരത്തിൽ കഴിയുന്ന വ്യക്തിക്ക് ഒരിക്കലും മോചനമില്ല. പ്രിയ സഹോദരങ്ങളെ ശ്രദ്ധിക്കുക, നമ്മൾ അന്ധകാരത്തിലാണ് കഴിയുന്നതെന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ വീട്ടിലെ ലൈറ്റ് വല്ലതും ഉണ്ട്. അതിന്റെ അർത്ഥം അന്ധകാരം എന്ന് പറഞ്ഞാൽ ഐക്യം, സ്നേഹവും ഒന്നുമില്ല, സമാധാനമില്ല. കുടുംബത്തിൽ എന്തില്ല? കുടുംബത്തിൽ ഭിന്നിപ്പ. പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ കുടുംബത്തിലൊരു കുടുംബം നമ്മൾ ഈ കുടുംബം എന്താണ്? കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം. അപ്പൊ കുടുംബത്തിൽ സമാധാനമില്ല, പിന്നെ അവൾ ആരാ വന്ന് വസിക്കുന്നത്? അന്നേ സാത്താനാണ്. അതുകൊണ്ട് പറഞ്ഞു ചെകുത്താൻ കയറിയ വീട്. ചെകുത്താൻ കയറിയ, അപ്പൊ ചെകുത്താൻ വീട്ടിൽ കയറിയ പിന്നെ ആരാണ് അതിന്റെ സ്ഥാനം ഏറ്റെടുക്കുന്നത്? അപ്പൊ നമ്മൾ അന്ധകാരത്തിൽ കഴിയേണ്ടവരല്ല. അന്ധകാരത്തിൽ കഴിയുന്നവരാണ് ഈ ലോകത്തിന്റെ ഇമ്പങ്ങളുടെ പുറകെ പോകുന്നത്. നമ്മൾ ദൈവത്തോടൊപ്പം കഴിയേണ്ടതാ. നമ്മൾ ദൈവത്തോടൊപ്പം ആയിരിക്കേണ്ടതാ. ഈ കാലം വളരെ ദുഷിച്ച കാലമാണ്.
ഈ കാലത്തിനൊത്തല്ല. നാടോടുമ്പോ നടുവേ ഓടേണ്ടവരല്ല നമ്മൾ എന്ന് പറഞ്ഞ് അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറ, നാടോടുമ്പോ നടുവേ ഓടല്ലെന്ന് പറ. ഇതൊരു പഴമൊഴിയാ, നാടോടുമ്പോ. അപ്പൊ നാടോടുമ്പോ നടുവേ ഓടുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥമാ. അപ്പൊ നിങ്ങൾ പാമ്പിനെ തിന്നുന്ന ദേശത്ത് ചെന്നാൽ പാമ്പിനെ പിടിച്ചു തിന്നു. എലിയെ തിന്നുന്ന ഒരു രാജ്യമുണ്ട്. എലിയെ ചുട്ടു തന്നാൽ എലിയെ തിന്നു നിങ്ങൾ. ഇന്നെന്താ അതിന്റെ അർത്ഥം? നാടോടുമ്പോൾ നടുവേ ഓടുന്നവരല്ല നമ്മൾ. ഹല്ലേലൂയ. അത് പഴഞ്ചൊല്ല. പഴഞ്ചൊല്ല് പറയുന്നവന്റെ പേരല്ല ക്രിസ്ത്യാനി. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ വചനം പറയുകയാണ്. എന്താ ഈ വചനം പറയുന്നത്? എന്താ വചനം പറയുന്നത്? ശ്രദ്ധിച്ച് നിങ്ങൾ എന്താ ഈ വചനം കേട്ട് എന്താ വചനം പറയുന്നത്? അപ്പോൾ എന്താ നിങ്ങൾ അന്ധകാരത്തിലല്ല കഴിയുന്നത്, പിന്നെ എന്താണ്? നിങ്ങൾ ആരാണെന്നാ പറയുന്നത്? ഉറക്കെ വായിച്ചു. നിങ്ങളെല്ലാവരും അടുത്തിരിക്കുന്ന വ്യക്തിയോടെ കൈക്ക് പിടിച്ചുകൊണ്ട് പറയാം, ഞാൻ പ്രകാശത്തിന്റെ മകനാന്ന് പറഞ്ഞു, മകളാന്ന് പറഞ്ഞു. എന്നെ കണ്ടിട്ട് നല്ല പ്രകാശം ചോദിച്ചു. എന്താ ഈ പ്രകാശം എന്ന് പറഞ്ഞാൽ? ഞാൻ വരുമ്പോ തന്നെ അടുത്തിരിക്കുന്ന വ്യക്തിക്ക് ഒരു സന്തോഷം. ചിലവരൊക്കെ പറയും, ഓ അതുകൊണ്ട് വരുന്ന അമ്മായിയമ്മ അവര് വരുന്നതോടുകൂടി എല്ലാം തീർന്നു പറയും. ചിലവര് വരുമ്പോ തന്നെ കരുതും. പക്ഷെ ഒരു വ്യക്തി വരുമ്പോ തന്നെ ആ വ്യക്തിയിൽ കൂടി എന്താ ഉണ്ടാകണം? ആ വ്യക്തിയുടെ സാന്നിധ്യം അവർക്ക് സന്തോഷം ഉണ്ടാകും. അടുത്തിരിക്കുന്ന വ്യക്തിയോട് ചോദിച്ചാൽ എന്റെ സാന്നിധ്യം കൊണ്ട് നിങ്ങൾക്ക് സന്തോഷമുണ്ടോ എന്ന് ചോദിച്ച്, എന്റെ സാന്നിധ്യം കൊണ്ട് അതോ സന്തോഷമാണോ? ചിലരുടെ സാന്നിധ്യം കൊണ്ട് ചിലർക്ക് സന്തോഷമേ ഇല്ല. കാരണം എന്നാ? നമ്മൾ പ്രകാശത്തിന്റെ മക്കളാണെങ്കിൽ മാത്രം എന്നിൽ പ്രകാശം ഉണ്ടെങ്കിലേ മറ്റുള്ളവരെ പ്രകാശിപ്പിക്കാനൊക്കത്തുള്ളൂ. ഉള്ളൂ. എന്നിൽ അന്ധകാരമാണെങ്കിൽ എന്താ ആ വ്യക്തിക്കും എന്ന് വെച്ചാൽ നിരാശ മാത്രമേ നീ ശരിയാവാൻ പോകത്തില്ല, നമ്മളിങ്ങനെ കഷ്ടപ്പെട്ട് കഴിയത്തേ ഉള്ളൂ. ചിലവരിങ്ങനെ നെഗറ്റീവ് കാര്യങ്ങൾ മാത്രമേ പറയത്തുള്ളൂ. നെഗറ്റീവ് കാര്യങ്ങൾ പറയാനല്ല നമ്മൾ പറയേണ്ടത്. ദൈവം എപ്പോഴും നമ്മളെ വാ തുറന്നാൽ എന്താ പറയേണ്ടത്? ദൈവം താങ്കളെ അനുഗ്രഹിക്കും. അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറ, താങ്കളെ ദൈവം അനുഗ്രഹിക്കുന്നത്. അത് മലയാളത്തിൽ പറയാനായി അറിയത്തില്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറ, യു ആർ ബ്ലെസ്സിങ്, യു ആർ ബ്ലെസ്സിങ്, നീ ഒരു അനുഗ്രഹം. അടുത്തിരിക്കുന്ന വ്യക്തിയുടെ മുഖത്ത് നോക്കി ഒന്ന് കൈക്ക് പിടിച്ചുകൊണ്ട് പറ, നിങ്ങളൊരു അനുഗ്രഹമാണെന്ന്. നിങ്ങളൊരു അനുഗ്രഹമാണ്. യു ആർ ബ്ലെസ്സിങ്. നിങ്ങൾ ആരാണ്? ഞാനൊരു അനുഗ്രഹമാണ്. വരുന്ന പറ, ഞാനൊരു അനുഗ്രഹമാണ്. കരം വീശിക്കൊണ്ട് പറ, ഞാനൊരു അനുഗ്രഹമാണ്. ഞാൻ ആരാണ്? ഞാനൊരു അനുഗ്രഹമാണ്. അപ്പൊ ഈ അനുഗ്രഹമായി തീരുമ്പോഴാണ് ഈശോയുടെ തിരുരക്തം എന്നെ ഓർത്ത്. ഈ തിരുരക്തത്തിന് ഒരു സന്തോഷം വേണമെങ്കിൽ ഈ തിരുരക്തം എന്നിൽ വന്ന് വീഴുമ്പോൾ ഈ തിരുരക്തത്തിന് വിലകെടുത്തിയ ഈ രക്തം എനിക്ക് വേണ്ടി സന്തോഷിക്കുക. ഹല്ലേലൂയ. അവന്റെ തിരുരക്തം കൊണ്ട് നമ്മളെ നേടിയെടുത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ സന്തോഷിക്കുക. നമ്മൾ അന്ധകാരത്തിന്റെ മക്കളായി തീർന്നാൽ എന്താണ്? തിരുരക്തത്തോട് ചെയ്യുന്ന വലിയൊരു പാവമാണ്. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ എവിടാ ചെയ്യുന്നത്? തിരുരക്തത്തിന്റെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? നമ്മൾ ഇനി അന്ധകാരത്തിൽ കഴിയേണ്ടവരല്ല. തുടർന്ന് വചനം പറയാണ്. എന്താ വചനം പറയുന്നത്? വായിച്ചു, ഉറക്കെ വായിച്ചു. നമ്മിൽ ആരും തന്നെ രാത്രിയുടെയോ അന്ധകാരത്തിന്റെയോ മക്കളല്ല. നമ്മൾ ആരും തന്നെ രാത്രിയുടെയോ അന്ധകാരത്തിന്റെയോ മക്കളല്ല. രണ്ടു പ്രാവശ്യം പറഞ്ഞിട്ട് നമ്മൾ ആരും തന്നെ രാത്രിയുടെയോ അന്ധകാരത്തിന്റെയോ മക്കളല്ല. പറഞ്ഞു നമ്മൾ ആരും തന്നെ രാത്രിയുടെയോ അന്ധകാരത്തിന്റെയോ. ശ്രദ്ധിച്ചല്ല. നമ്മുടെ ദൈവവചനത്തിലേക്ക് ഞാൻ തന്നെ 30 വർഷമായി വചനത്തിൽ ഇറങ്ങിയിരിക്കാം. ഈ വചനത്തിന് ദൈവം ഒരിക്കലും മുടക്കം തന്നിട്ടില്ല. പലരും അസൂയ നിമിത്തം വിളിക്കാതിരുന്നാലും ദൈവവചനത്തിന്റെ വിലക്ക് ഉണ്ടായിട്ടില്ല. ചിലവര് പറയും ആത്മാരെ വിളിക്കത്തില്ല നൊക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് അടവും വിലയൊക്കെ എടുത്തെങ്കിലും അവിടെ എല്ലാം ദൈവത്തിന് ചാൻസുകൾ. വലിയ വലിയ ദേവാലയങ്ങൾ, ചെറിയ ദേവാലയങ്ങളിലെ വലിയ ദേവാലയങ്ങളിലേക്ക് ദൈവം ക്ലാസ് ഒരുക്കുകയായിരുന്നു. മനസ്സിലാക്കുക. അപ്പോൾ ദൈവവചനത്തിനെ വിലങ്ങ് വെക്കാൻ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും സാധിക്കത്തില്ല. ആദ്യം ഇത് കേൾക്കുന്നവര് പറയണം, നമ്മുടെ ഈ ദൈവവചനത്തിനെ വിലങ്ങ് വെക്കാൻ വേണ്ടി, നമ്മളെ അടുപ്പിക്കാതിരിക്കാൻ വേണ്ടി പലരും ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവരെല്ലാം പരാജയപ്പെട്ടിട്ടേ ഉള്ളൂ. ഈ 30 വർഷത്തെ ദൈവിക വചനത്തിന്റെ അനുഭവം ഞാൻ പറയുമോ? ദൈവവചനത്തിനെ വിലങ്ങ് വെക്കാൻ ആർക്കും സാധിക്കത്തില്ല. എന്ന് വെച്ചാൽ ദൈവവചനം ദൈവമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു വൈദികൻ പറയുവാണ്, എന്റെ പള്ളിയിലാണെങ്കിൽ പിന്നെ അൽമേര് പറഞ്ഞിട്ടുണ്ട് വൈദികരെ മാത്രം. അതൊക്കെ ചുമ്മാ പറയുക.
ഇതൊക്കെ ഒരു അടവുകളാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ദൈവവചനത്തെ അവർ അത്രമാത്രമേ അതിന് പ്രാധാന്യം കൊടുക്കുന്നുള്ളൂ. തമ്പുരാന്റെ വചനത്തിൽ അത്രമാത്രമേ പ്രാധാന്യം കൊടുക്കുന്നുള്ളൂ. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ വചനം പറയുക, ദൈവവചനത്തിന് വിലങ്ങ് വെക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ആരും രാത്രിയോടെയോ അന്ധകാരത്തിന്റെയോ മക്കളല്ല. ആ വചനം ഒന്നുകൂടെ വായിച്ച മോളെ. നമ്മിൽ ആരും തന്നെ രാത്രിയുടെയോ അന്ധകാരത്തിന്റെയോ മക്കളല്ല. നമ്മൾ ആരും തന്നെ, ഒന്ന് ഉറക്കെ പറഞ്ഞു, നമ്മൾ ആരും തന്നെ, ഉറക്കെ പറഞ്ഞു, നമ്മൾ ആരും തന്നെ രാത്രിയുടെയോ അന്ധകാരത്തിന്റെയോ മക്കളല്ല. ഒന്നുകൂടെ പറ, ഞങ്ങൾ ആരും തന്നെ രാത്രിയുടെയോ അന്ധകാരത്തിന്റെയോ മക്കളല്ല. വ്യക്തിയോട് രാത്രിയുടെയോ അന്ധകാരത്തിന്റെയോ മക്കളല്ല. കാരണം അവന്റെ തിരുരക്തത്താൽ അവൻ നേടിയെടുത്ത മക്കളാ. അതാണ് അവൻ കാൽവരിയിൽ എനിക്ക് വേണ്ടി തിരുരക്തമൊഴുക്കി നേടിയെടുത്ത മക്കളായ ഞാൻ രാത്രിയുടെ അന്ധകാരത്തിന്റെയോ, ഈ തിരുരക്തത്തിൽ അവൻ നേടിയെടുത്തില്ലായിരുന്നെങ്കിൽ ഞാൻ അന്ധകാരത്തിന്റെ, ഞാൻ ഈ കുരിശിൽ എനിക്ക് വേണ്ടി അവൻ ബലി അർപ്പിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ അന്ധകാരത്തിന്റെ, പക്ഷെ ഇനിയും ഞാൻ രാത്രിയുടെ അന്ധകാരത്തിന്റെയോ മക്കളല്ല. ഇതെപ്പോഴും മനസ്സിലുണ്ടാകണം. ഞാൻ എപ്പോഴും മനസ്സിൽ പറയണം, ഞാൻ രാത്രിയുടെ അന്ധകാരത്തിന്റെയോ മകനല്ല. ഒന്ന് പറഞ്ഞ് എല്ലാവരും ഒന്ന് പറഞ്ഞ്, ഞാൻ രാത്രിയുടെയോ അന്ധകാരത്തിന്റെയോ മകനല്ല, മകളല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. കേൾക്കുന്നുണ്ടോ? ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക, ഞാൻ രാത്രിയുടെയോ അന്ധകാരത്തിന്റെയോ മക്കളല്ല. നിങ്ങൾ ശ്രദ്ധിച്ചേ, ബോംബെയിലെ ഒരു 6 മാസത്തിന് മുമ്പ് ഒരു പയ്യൻ വിളിച്ചിട്ട് പറയാ, ബ്രദറെ അന്ന് വേളാങ്കണ്ണി വന്നപ്പോഴ് ബ്രദറെ ഈ വചനം ഇങ്ങനെ പറയിപ്പിച്ചു, ഞാൻ രാത്രിയുടെ അന്ധകാരത്തിന്റെയോ മകനല്ല. ഇത് ഞാൻ എപ്പോഴും ഇങ്ങനെ പറയും. അപ്പോൾ എൻ്റെ കൂടെ സഹപ്രവർത്തകർ, ഞാൻ ബോംബെയിൽ ഒരു നല്ലൊരു IT കമ്പനി ജോലി ചെയ്യുകയാണ്. ഞങ്ങൾ 3 പേരോടെ ചേർന്ന് ഒരു വീടെടുത്തിട്ടുണ്ട്. 2 പിള്ളേരെ നല്ല ശമ്പളമുണ്ട്. അപ്പോൾ ഇവര് 2 പേര് പറഞ്ഞു, എടാ നമുക്ക് ഇന്ന ഹോട്ടലിൽ വരെ പോകാം. അപ്പോൾ എന്തിനാണെന്ന് ചോദിച്ചു. അവിടെ പോയി നമുക്ക് ശകലമൊക്കെ ഒരു സന്തോഷത്തിന് എന്തെങ്കിലുമൊക്കെ ഒരു ബിയറൊക്കെ അടിക്കാം. പറയും, ഞാൻ ബിയറൊന്നും അടിക്കത്തില്ല, വേണമെങ്കിൽ നിങ്ങളുടെ കൂടെ കൂട്ടിന് വേണ്ടി ഞാൻ ഭക്ഷണം കഴിച്ചോളാമെന്ന്. പക്ഷേ ഇവരുടെ ചതി എന്താണെന്ന് മനസ്സിലായി. അപ്പോൾ അവിടെ അവരെ ചെന്ന് റൂമൊക്കെ എടുക്കും. ആദ്യം റൂമൊക്കെ എടുത്ത് അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ റൂമാണ് എടുത്തത്. 3. അപ്പോൾ നമുക്ക് 3 ഓരോ എന്തിനാണ് റൂം എടുത്തത്? അതുകൊണ്ടാ നിനക്ക് റൂം എടുത്ത്. അപ്പോഴാ ഇവൻ്റെ റൂമിൽ വന്ന് കുട്ടി വിളിക്കുന്ന ഒരു പെങ്കൊച്ച. അവന്മാരുടെ 2 പേരുടെ ഉപയോഗം കഴിഞ്ഞിട്ട്, അപ്പൊ ഇവന്റെ മനസ്സിൽ ഈ വചനം കിടക്കും, ഞാൻ അന്ധകാരത്തിന്റെയോ രാത്രിയുടെ അന്ധകാരത്തിന്റെയോ മക്കൾ. അവൻ അത് അടച്ചിട്ട് പറഞ്ഞു, മേഴിവിടെ കയറിയേക്കണമെന്ന് പറഞ്ഞ് ഷൗട്ട് ചെയ്ത് അവൻ അപ്പൊ തന്നെ റൂം വെക്കേറ്റ് ചെയ്ത് പോയി. ഹല്ലേലൂയ. അവൻ പറയാ, ഈ വചനം എന്നിൽ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ അന്ധകാരത്തിൽ ചെന്ന്, ഞാൻ രാത്രിയുടെ അന്ധകാരത്തിന്റെയോ മക്കളല്ല പ്രിയരെ. നമ്മൾ ആരും രാത്രിയുടെയോ അന്ധകാരത്തിന്റെ മക്കളാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഹല്ലേലൂയ. അന്ധകാരത്തിന്റെ മക്കൾ നമ്മൾ ആരും തന്നെ, ഈ വചനം ഇങ്ങനെ മനസ്സിലുണ്ടായിരിക്കണം. ഞാൻ ആരും തന്നെ, ഞാൻ പറഞ്ഞു, ഞാൻ രാത്രിയുടെയോ അന്ധകാരത്തിന്റെയോ മകനല്ല, മകളല്ല. തുടർന്ന് എന്താ വചനം പറയുന്നത്? വായിച്ചേ. അതിനാൽ മറ്റുള്ളവരെ പോലെ ഉറങ്ങിക്കഴിയാതെ നമ്മൾ സുബോധമുള്ളവരെ, ദൈവവചനം ആഴമായി എൻ്റെ ഹൃദയത്തിലുള്ളപ്പോഴേ ആ വ്യക്തിയെ വിളിക്കുക, സുബോധമുള്ളവനാണ് പ്രതിഭവനത്തിലേക്ക് വരുന്നത്. അപ്പോൾ അവന് സുബോധമുണ്ടായപ്പോൾ അവൻ ആ പന്നിക്കൂട്ടിൽ നിന്ന് എഴുന്നേറ്റു. അവൻ എവിടെ നിന്ന് എഴുന്നേറ്റു? പന്നിക്കൂട്ടിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ അവന്റെ പിതാവിന്റെ ഭവനം ഓർമ്മ വന്നു. ഹല്ലേലൂയ. എന്താ പന്നിക്കൂട്? സ്വാർത്ഥതയുടെയും അഹങ്കാരത്തിന്റെയും മദ്യപാനത്തിന്റെയും ലോകത്തിന്റെ ദുശീലങ്ങളുടെ പന്നിക്കൂടി നിന്ന് എഴുന്നേറ്റു. ഇങ്ങനെ പോയാ പോരാ, ദൈവവചനം എൻ്റെ ഹൃദയത്തിൽ വേണം. ഈ ലോക സുഖസൈന്യങ്ങളുടെ പുറകെ ഓടിയാ പോരാ. അപ്പോഴാണ് സുബോധമുണ്ടാകുന്നത്. ഈ വെക്കേഷനൊക്കെ സുബോധമുള്ളവരായി ജീവിക്കാൻ തന്നിരിക്കുന്ന സമയം. ധ്യാനമൊക്കെ കൂടി സുബോധമുള്ളവരാകുക. നിങ്ങൾ ഈ അവധിയൊക്കെ തുടങ്ങി ഒരു ധ്യാനമൊക്കെ കൂടാനായിട്ട് പോയോ? പോകണം. ശ്രദ്ധിക്കുക, ഒരു ധ്യാനമൊക്കെ പോയി കേൾക്കുന്നുണ്ടോ? അപ്പോഴാണ് ഇങ്ങനെ, അപ്പോൾ വിചാരിക്കടാ ഇങ്ങനൊന്നും പോയാ പോരാ. എടാ മോനെ, നിന്നിൽ കൂടി നിന്റെ തലയ്ക്ക് മുകളിൽ വലിയൊരു അനുഗ്രഹം കിടപ്പുണ്ട്. നിനക്കറിയത്തില്ലെങ്കിലും ആർക്കറിയാം? ദൈവത്തിന്. സാത്താൻ ഈ അനുഗ്രഹം മേടിക്കാൻ വേണ്ടി പറയും, നീ വചനമൊന്നും വായിക്കണ്ട,
നീ ഇങ്ങനെ അപ്പൊ സാത്താൻ ഈ അനുഗ്രഹത്തിന്റെ തടസ്സം ഈ അനുഗ്രഹത്തിന്റെ ഈ ബൈബിള് തുറന്നവരാരും തന്നെ നശിച്ചിട്ടില്ല. ഹല്ലേലൂയ. ഈ വചനം എടുത്ത് വായിച്ചവരെല്ലാം അനുഗ്രഹിക്കപ്പെട്ടിട്ടേ ഉള്ളൂ. ഹല്ലേലൂയ. മോനെ, നീ വചനം എടുത്ത് തുറന്നപ്പോ തന്നെ നീ അനുഗ്രഹിക്കപ്പെട്ടു. മോളെ, നീ വചനം തുറന്നപ്പോ തന്നെ നീ അനുഗ്രഹിക്കപ്പെട്ടു. നീ ചിന്തിക്കുക, കാസർഗോഡ് ആയാലും എവിടെ ആയാലും നീ ദൈവവചനം തുറന്നപ്പോ തന്നെ എന്തായി പറഞ്ഞേ ഒക്കെ പറഞ്ഞേ. അപ്പൊ നമ്മളാരും രാത്രികൾ അതുകൊണ്ട് അപ്പോൾ എന്താണ് വചനം പറയുന്നത് ഒന്നോ വായിച്ച ഒന്നോടൊന്ന് ഉറക്കെ വായിച്ച് ആ വചനം ഒന്നോടെ വായിച്ച് ഉറക്കെ വായിച്ച നല്ല സ്വരമാണ് അതിന്റെ. മറ്റുള്ളവരെ പോലെ ഉറങ്ങിക്കഴിയാതെ സുബോധമുള്ളവരെ. സുബോധം എന്ന് പറഞ്ഞാൽ എന്താ? സുബോധമുള്ള വ്യക്തി പറയുക ഇങ്ങനൊന്നും പോരാ. ഇനിയിപ്പോ ഇനി ഒരു മാസം കൂടെ കഴിയുമ്പോൾ സ്കൂള് തുറക്കും. അതിന് മുമ്പായിട്ടൊരു ധ്യാനമൊക്കെ കൂടണം എന്നൊരു ചിന്തയൊക്കെ വന്നു കഴിയുമ്പോഴേ, ആ വചനമൊക്കെ കേട്ട് കഴിയുമ്പോഴേ, ഓ, ഞാൻ ചിന്തിച്ചതല്ല ജീവിതം. ഹല്ലേലൂയ. എന്റെ ജീവിതം മാറും. ഹല്ലേലൂയ. എന്റെ ജീവിതത്തിനൊരു മാറ്റം വരും. ഹല്ലേലൂയ. അപ്പൊ പറയുക സുബോധമുള്ളവരായിരിക്കണം. അയച്ച് അതിനാൽ മറ്റുള്ളവരെ പോലെ ഉറങ്ങിക്കഴിയാതെ നമുക്ക് ഉണർന്ന സുബോധമുള്ളവരായിരിക്കണം. ഹല്ലേലൂയ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഒന്നാമത്തേതെന്ന് പറഞ്ഞാൽ യേശുവിന്റെ രക്തം സുഖപ്പെടുത്തുന്ന രക്തമാണ്. ഈ സുഖപ്പെടുത്തുന്ന രക്തം എന്ന് പറഞ്ഞാൽ എന്താ? എന്റെ മനസ്സിനെയും ശരീരത്തിനെയും ആത്മാവിനെയും സുഖപ്പെടുത്തുന്നത് എങ്ങനെയാണ്? അവൻ രക്തത്തിൽ മുക്കിയ മേലങ്കി ധരിച്ചിരിക്കുന്നു. അവന്റെ നാമം ദൈവവചനമാണ്. വചനത്തിൽ കൂടിയാണ് അവൻ നമ്മളെ വീണ്ടെടുക്കുന്നത്. ഹല്ലേലൂയ. എല്ലാവരും വലതുപോലെ പറയാ, വചനത്തിൽ കൂടി അവൻ നമ്മളെ വീണ്ടെടുത്ത് അവന്റെ തിരുരക്തത്താൽ ഞാൻ സുബോധമുള്ളവനായി തീരുന്നു. ഹല്ലേലൂയ. 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 ഈ യേശുവിന്റെ രക്തം പൈശാചിക ശക്തികളെ ഉന്മൂലനം ചെയ്യുന്ന രക്തമാണ്. ഈശോയുടെ തിരുരക്തത്തെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഭവനത്തിലേക്ക് പൈശാചിക ശക്തികൾ കടന്ന് വരികയില്ല. ഹല്ലേലൂയ. പിശാചിന് ആ വീട്ടിൽ പ്രവേശിക്കാൻ. അപ്പൊ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട എങ്ങനെയാ? നിങ്ങളുടെ കുടുംബത്തില് അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഈശോയോട് പറയണം, തിരുരക്തക്കടലിൽ മുക്കണമേ, കഴുകണമേ. ആ വ്യക്തിയുടെ പേര് പറഞ്ഞിട്ട് പറയണം. എന്ത് പറയണം? തിരുരക്തക്കടലിൽ മുക്കണമേ, കഴുകണമേ, പരിശുദ്ധാത്മാവിൽ നിറയ്ക്കണമേ എന്ന് പറഞ്ഞ് നിങ്ങൾ ആ വ്യക്തിയെ മനസ്സിൽ കണ്ടുകൊണ്ട് പറയണം, ഈശോയെ, ആ വ്യക്തിയെ തിരുരക്തക്കടലിൽ മുക്കണമേ, കഴുകണമേ, പരിശുദ്ധാത്മാവിൽ നിറയ്ക്കണം. അങ്ങനെ പറയുമോ? പിന്നെ ആ വ്യക്തിയുടെ കുറ്റമല്ല പറയേണ്ടത്. എന്ത് പറയണം? ഈശോയെ, ഞാൻ ഞങ്ങളുടെ ഭവനത്തിൽ അസ്വസ്ഥത ചെയ്യുന്ന ആ വ്യക്തിയുടെ പേര് ഈശോയ്ക്ക് അറിയാം. ഈശോയോട് പറയണം, ഈശോയെ, ആ വ്യക്തിയെ തിരുരക്തക്കടലിൽ. അല്ലാതെ മറ്റുള്ളവരോട് പറഞ്ഞിട്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? ഈശോയുടെ തിരുരക്തത്താൽ വീണ്ടെടുക്കണം. പറഞ്ഞ് വലതുകരം ഉയർത്തി പറ, ഈശോയുടെ തിരുരക്തത്താൽ അവരെ വീണ്ടെടുക്കണം. അപ്പൊ വീണ്ടെടുക്കുമ്പോൾ എന്ത് സംഭവം? ഈശോയുടെ തിരുരക്തം ആ വ്യക്തിയുടെ ഉള്ളിലെ പൈശാചിക ശക്തിയെ തകർത്ത് കളയും. നിങ്ങൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മതി. അമേരിക്കയിലെ ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെട്ട് ആഴ്ചയിലെ ഒരു ദിവസമേ ജോലിക്ക് പോകത്തുള്ളൂ. അങ്ങനെ കുടുംബകലഹം ആകപ്പാടെ പ്രശ്നമായിരിക്കുന്ന എഡ്വിൻ എന്ന് പറയുന്ന മകന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇതാ അപ്പനും അമ്മയും വേളങ്കണ്ണിക്ക് വന്നു. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, ആ മകനെ കണ്ടുകൊണ്ട് ഇങ്ങനെ പറയണം, എഡ്വിനെ തിരുരക്തക്കടലിൽ മുക്കണമേ, കഴുകണമേ, പരിശുദ്ധാത്മാവിൽ നിറയ്ക്കണമേ. അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. 10ാമത്തെ ദിവസം അവൻ വിളിച്ചു പറഞ്ഞു, മമ്മി, പപ്പ, എനിക്ക് ഈ മദ്യത്തിൽ നിന്നും ലഹരിദാഹത്തിൽ നിന്നും മോചനം ലഭിക്കണം, എനിക്കൊരു ധ്യാനം കൂടണം. അങ്ങനെ അവൻ വന്ന് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ഒരു ധ്യാനം കൂടി, 2 ധ്യാനം കൂടി. ഇപ്പോ സുബോധമുള്ളവനായി തീർന്നു. അപ്പനെയും അമ്മയും അമേരിക്ക ഇപ്പൊ കൊണ്ടുപോവുകയും ചെയ്യും. കരമടിച്ച് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിക്കുകയും. ഇതാണ്. അപ്പൊ ഈശോയുടെ തിരുരക്തം നമ്മളെ സുബോധമുള്ളവനാക്കി മാറ്റും. അവനിലെ പൈശാചിക ശക്തികളെ മാറ്റും. നമ്മൾ ആ വ്യക്തിയുടെ കുറ്റം പറയാൻ എളുപ്പമാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്ന എന്ത് അങ്ങനെയാണ്? ഈശോയെ പറഞ്ഞ, ഈശോയെ, തിരുരക്തക്കടലിൽ മുക്കണമേ, കഴുകണമേ, പരിശുദ്ധാത്മാവിൽ നിറയ്ക്കണമേ. ഹല്ലേലൂയ. അപ്പൊ ഈശോയുടെ തിരുരക്തം എന്താണ്? ഈശോയുടെ തിരുരക്തം പൈശാചിക ശക്തികളെ. ഇനി ഈശോയുടെ രക്തം പാവ, രോഗ, ശാപ, പൂർവിക ശാപം എന്ന് പറയുന്ന ശാപം
നമ്മളിൽ നിന്നില്ലാതാവും. അപ്പനപ്പൂപ്പന്മാർ ചെയ്ത പാവത്തിന്റെ ഫലമാണ് ഞാൻ അനുഭവിക്കുന്നതെന്ന് ഇനി നിങ്ങൾ പറയരുത്. അടുത്തിരിക്കുന്ന വ്യക്തികളോട് അപ്പനപ്പൂപ്പന്മാർ ചെയ്ത പാവത്തിന്റെ ഫലമാണ് ഞങ്ങൾ അനുഭവിക്കുന്നതെന്ന് ഇനിയും പറയരുത്. കാരണം എന്നാ, അവൻ നമ്മുടെ പാവങ്ങൾക്ക് പരിഹാര ബലിയായി തീർന്നു. നമ്മളെ മൊത്തം അല്ല, ലോകത്തിന്റെ മൊത്തം അവന്റെ തിരുരക്തം നിമിത്തം പൂർവപാവങ്ങൾ എന്നേക്കുമായി ഇല്ലാതായി. ഹല്ലേലൂയ. ഇനി പൂർവപാവങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കരുത്. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. ഇനി ഈശോയുടെ തിരുരക്തം നമുക്ക് കാണാൻ സാധിക്കുന്ന അത്ഭുതങ്ങളുടെ രക്തമാണ്. എന്താണ്? ഈശോയുടെ തിരുരക്തത്തെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ഈശോയെ അങ്ങയുടെ തിരുരക്തം കൊണ്ട് എൻ്റെ ഭവനത്തെ കഴുകണമേ, എൻ്റെ ചിന്തകളെ കഴുകണമേ, എൻ്റെ ഓർമ്മയെ കഴുകണേ എന്ന് പറഞ്ഞ ഈശോയെ, എല്ലാവരും ഒന്ന് പറഞ്ഞു ഈശോയെ, ഉറക്കെ പറഞ്ഞു ഈശോയെ, അങ്ങയുടെ തിരുരക്തം കൊണ്ട് എന്നെ കഴുകണമേ, എന്റെ ഓർമ്മകളെ കഴുകണമേ, എന്റെ ചിന്തകളെ കഴുകണമേ, എന്റെ ഭവനത്തെ കഴുകണമേ എന്ന് പറയുമ്പോൾ വലിയ അത്ഭുതം നമ്മുടെ ഭവനത്തിൽ നടക്കും. ഹല്ലേലൂയ. അത്ഭുതങ്ങൾ നടക്കും. ഹല്ലേലൂയ. 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 ഈശോയുടെ തിരുരക്തം വിമോചനത്തിന്റെ രക്തമാണ്. എല്ലാ പാപത്തിൽ നിന്നും അവന്റെ വിമോചനം നമ്മളെ വിമോചിപ്പിക്കും. അതുകൊണ്ടാണ് എഫേസസ് 1:7 പറയുക, അവിടുത്തെ കൃപയുടെ സമർത്ഥിക്കത്തെ ക്രിസ്തുവിൽ പാപമോചനവും അവന്റെ രക്തം വഴി രക്ഷ കൈവന്നിരിക്കുന്നു. അവിടുത്തെ കൃപയുടെ സമർത്ഥിക്കൊത്തം എനിക്ക് ക്രിസ്തുവിൽ പാപമോചനവും അവന്റെ രക്തം വഴി രക്ഷ കൈവന്നിരിക്കുന്നു. ഹല്ലേലൂയ. കരമുയർത്തി ഹല്ലേലൂയ. കരമുയർത്തി ഹല്ലേലൂയ. 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 യേശുവേ നന്ദി. അപ്പൊ ഈ ഒരു ചെറിയൊരു ബോധ്യം നമ്മളിലേക്ക് ഉണ്ടാകട്ടെ. ദൈവം നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ.